എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് +1 ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അനിതാബ് എന്ന ലഘുകഥയാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനലിൽ ഡോക്ടർ നിഷ എം എടുത്ത ക്ലാസ് നമ്മളെല്ലാവരും കണ്ടു. നമുക്കതിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി ഭാഷ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ് എന്നാണ് പറയപ്പെടുന്നത്. ചൈനീസിലെ മന്ദാരിൻ എന്ന് പറയുന്ന ഭാഷ, അതിനുശേഷം ഇംഗ്ലീഷ്, പിന്നീട് വരുന്ന ഭാഷയാണ് ഹിന്ദി. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3 ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ ഹിന്ദി ഭാഷ. അപ്പം അത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത് 1949 സെപ്റ്റംബർ 14. അപ്പോൾ നമ്മളെല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഹിന്ദി സംസാരിക്കാത്ത പ്രദേശങ്ങളിൽ പോലും ഹിന്ദിയുടെ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പോലും നമ്മുടെ തൊഴിലാളികളൊക്കെ ഇപ്പം ഹിന്ദി സംസാരിക്കുന്നവരാണ്. ബംഗാളികളും മറ്റ് നേപ്പാളിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പോലും അവരുടെ മാതൃഭാഷയിലല്ല, മറിച്ച് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാളെ ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ പോലും ഹിന്ദി ആവശ്യമായി വരും. അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാനികളുണ്ട്, ശ്രീലങ്കക്കാരുണ്ട്, നേപ്പാളുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ഹിന്ദിയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഈ ഹിന്ദി പഠിക്കുന്നതിലൂടെ ഒട്ടേറെ മെച്ചമുണ്ട്. കാരണം നമ്മൾ തുടർന്നുള്ള പരീക്ഷകളൊക്കെ, അഖിലേന്ത്യാ തരത്തിലുള്ള മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഇംഗ്ലീഷിനോടൊപ്പം ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കും. അപ്പോൾ അത് പല ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ മലയാളികളായ നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഹിന്ദിയിലുള്ളത് അറിയാമെങ്കിൽ സാധിക്കും. കാരണം ഹിന്ദിയിലെയും മലയാളത്തിലെയും പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് മലയാളത്തിലെ പല വാക്കുകളും അതേ അർത്ഥം തന്നെയാണ് ഹിന്ദിയിലുള്ളത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് പ്രയോജനകരമാണ്. അപ്പോൾ നമ്മൾ പല വിഷയങ്ങൾ പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, അതിന്റെ മാത്സ് പഠിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ പഠിക്കുന്നതിൽ പലതും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാകണമെന്ന് നിർബന്ധമില്ല. പല കാര്യങ്ങളും പഠിക്കുന്ന പല കാര്യങ്ങളും. പക്ഷേ നമ്മളൊരു ലാംഗ്വേജ് കയ്യിൽ, ഹിന്ദി പോലെയുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ അത്യാവശ്യം ചില വാക്കുകളോ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ മാത്രമല്ല, ജീവിതാവസാനം വരെ നമുക്കത് പ്രയോജനകരമായിരിക്കും, നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും, നമ്മുടെ ഒരു കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കും. അപ്പം അതുകൊണ്ട് ഹിന്ദി ഭാഷയെ നിങ്ങൾ ദൂസരി ഭാഷയെ സെക്കൻഡ് ലാംഗ്വേജായി നിങ്ങൾ എടുക്കുകയും അതിന് പഠിക്കാനായി ആരംഭിച്ചതിലൂടെ നിങ്ങൾ അതൊരു വലിയ അവസരങ്ങളും അതുപോലെ വലിയ ശക്തിയും നിങ്ങൾക്ക് ഭാവിയിൽ പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് സുകേഷ് സാഹ്നി എഴുതിയ ഒരു ലഘുകഥയാണ്. ലഘുകഥ എന്ന വാക്കിൽ തന്നെ നമുക്കതിൽ മനസ്സിലാക്കാം. ലഘു എന്ന് വെച്ചാൽ ചെറുത്, അല്ലേ? അപ്പോൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആശയത്തിൽ വളരെ ആഴത്തിലുള്ള, വളരെ ദീർഘമായ ആശയം നമുക്ക് പകരുന്നതിനെയാണ് ലഘുകഥകൾ. വലിയ നോവലുകളൊക്കെ ഉണ്ട്, അത് ഒത്തിരി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം എടുത്താലേ. പക്ഷെ ലഘുകഥ വളരെ കുറച്ച് സമയം വായനയിലൂടെ അതിന്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സുകേഷ് സാഹ്നിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളുടെ പ്രത്യേകത, അദ്ദേഹം കഹാനി എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അനുവാദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലഘുകഥ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ഒരു വിധയാണ്, ഒരു രീതിയാണ്. ഇപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ പല രീതികളുണ്ട്. ഒന്ന് ഇപ്പോൾ കഹാനി എന്നുണ്ട്, ഉപന്യാസമുണ്ട്, നിബന്ധമുണ്ട്, കവിതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സാഹിത്യത്തിലെ പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു മേഖലയായിട്ടാണ് നമ്മൾ ഈ ലഘുകഥയെ കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ലഘുകഥയുടെ പ്രത്യേകത എന്താണ്? അത് ടൂത്തെ സാമാജിക് മൂല്യവും പർ ചിന്ത, സാമൂഹ്യ വ്യവസ്ഥിതിയിലുണ്ടാകുന്ന തകർച്ചകളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്യ സംസ്കൃതി കാ പോലാപാല ചിത്രം, ഗ്രാമീണ സംസ്കാരത്തിന്റെ നിഷ്കളങ്കതയുടെ ചിത്രീകരണം. അതുപോലെ തന്നെ ഷഹരി സഫിദ കെ ഖോഖലേപ്പൻ, പട്ടണ ജീവിതത്തിന്റെ പൊള്ളത്തരങ്ങൾ ഒക്കെ അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ കൃതികളിൽ
അദ്ദേഹം വെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അനുതാപ് എന്ന് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം തന്നെ നമ്മൾ പേരിൽ തന്നെ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാക്കാം. അനുതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശ്ചാത്താപം, ഹംദർദി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു കുറ്റപ്പെടുത്തൽ, ആ ഒരു ചിന്തയാണ് അനുതാപം. ഇവിടെ മലയാളത്തിലെ അനുതാപം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റിക്ഷ ഓടിക്കുന്ന അസ്ലമിന്റെ അദ്ദേഹം എല്ലാ ദിവസവും നമ്മുടെ ഈ ലേഖകനെ ഓഫീസിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം വരുമ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് കാണുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ തന്നെ റിക്ഷ വലിച്ചുകൊണ്ട് പോയ സമയത്ത് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ലേഖകനുണ്ടാകുന്ന മാനസിക വിഷമമാണ് ഇതിന്റെ ഇതിവൃത്തം. അപ്പം നമ്മൾ ഈ റിക്ഷ വലിക്കുന്ന ആളുകൾ, നമുക്ക് ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മോട്ടോറൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ തന്നെ സ്വയം ചവിട്ടി ഓടിക്കുന്ന റിക്ഷകൾ, അല്ലെങ്കിൽ നടന്ന് ഓടുന്ന മനുഷ്യർ തന്നെ ഓടുന്ന കാളവണ്ടികളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മനുഷ്യർ ചവിട്ടി ഓടിക്കുന്ന റിക്ഷയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലില്ലെങ്കിലും കൽക്കട്ട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നിലവിലുള്ള ഒരു വാഹനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ റിക്ഷ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ആളുകൾ സ്വയം നടന്ന് ഓടി സ്ഥലങ്ങളിലെത്തിക്കുന്ന റിക്ഷയുണ്ടായിരുന്നു. അപ്പം നമുക്കത് ഇന്നിപ്പം കാണാനില്ല. നമുക്ക് കാണുന്ന സിനിമകളിൽ കാണാൻ സാധിക്കും. നമുക്ക് വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ഓടയിൽ നിന്ന്. പി കേശവദേവിന്റെ രചനയിൽ സത്യൻ മാഷും അതുപോലെ പ്രേം നസീറും ഒക്കെ അഭിനയിച്ച വളരെ ഒരു ക്ലാസിക് സിനിമയാണ് ഓടയിൽ നിന്ന്. അപ്പം അതിലെ പപ്പു എന്ന ഒരു കഥാപാത്രമാണ് സത്യൻ. അതുപോലെ തന്നെ അതേ ഒരു കുട്ടിയെ അവിടെയുള്ള അറ്റാച്ച്മെന്റ് ലക്ഷ്മി എന്ന. അപ്പം അത് നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ, നമ്മുടെ സിലബസിൽ താഴ്ന്ന ക്ലാസ്സിൽ ഇത് പഠിക്കുവാനുമുള്ള ഒരു ഭാഗമാണ് ഓടയിൽ നിന്ന് എന്നുള്ളത്. അപ്പം അത് നമുക്ക് ഓടയിൽ നിന്നുള്ള സിനിമ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് അതൊന്ന് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളത് കാണുകയാണെങ്കിൽ നമുക്ക് ആ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും അതുപോലെ തന്നെ റിക്ഷ വലിക്കുന്ന ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള അസ്ലം, അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അസ്ലമിന്റെ അതേ ഒരു സ്ഥാനമാണ് അതിലെ ഈ സിനിമയിൽ സത്യൻ അവതരിപ്പിക്കുന്ന പപ്പു എന്ന കഥാപാത്രം. അപ്പോൾ അത് സമയം കിട്ടുമ്പോൾ ആ സിനിമ ഒന്ന് കാണാനായിട്ട് പരിശ്രമിക്കുക. നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം. പാഠം ഞാനൊന്ന് വായിച്ചതിന് ശേഷം, ഇത് 2 പേജുകളിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പേജ് ഞാൻ വായിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ ഇതിന്റെ വാക്കുകളുടെയൊക്കെ അർത്ഥം ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞോളാം. പാടുക ആദർശവാചകം. बापूजी आइए, मैं पहुंचाए देता हूं। एक रिक्शा वाले ने उसके नजदीक आकर कहा। असलम अब नहीं आएगा, क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा। पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था। बापूजी असलम नहीं रहा। क्या? उसे शौक सा लगा। कल तो फला चंगा था, उसके दोनों गुर्दों में खराबी थी। डॉक्टर ने रिक्शा चलाने से मना कर रखा था। उसकी आवाज में गहरी उदासी थी। कल आपको दफ्तर पहुंचा कर लौटा तो पेशाब बंद हो गया। अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था। ഇത് വായിച്ച് അതിന്റെ അർത്ഥം പറയുകയാണ്. ബാപ്പുജി ആയിയെ മേ പൗഞ്ചായ ദത്താ ഹോ. ബാപ്പുജി എന്ന വാക്ക് ഇവിടെ ആദരവ് പൂർവ്വം സൂചിപ്പിക്കുന്നു. ഇപ്പം നമ്മളിവിടെ ആളുകളെ സാറേ എവിടെ പോകുന്നു, അല്ലെ സാറേ വന്നാലും കയറിയാലും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെ ബാപ്പുജി ആയിയെ മേ പൗഞ്ചായ ദത്താ. അപ്പോൾ റിക്ഷ ഓടിക്കുന്ന ആളുകൾ നിരനിരയായി നമ്മൾ ഓട്ടോറിക്ഷ ഇങ്ങനെ ഇട്ടിരിക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഒരാളുകൾ വന്നു കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഓടി വരികയാണ്. അപ്പോൾ ഇവിടെ വരികയാണ്, ബാപ്പുജി ആയി മേ പൗഞ്ച, ഞാൻ കൊണ്ടേയാക്കാം എന്ന് പറയുകയാണ്. ഏക് റിക്ഷവാലാനെ ഉസ്കെ നസ്ദീഖ് ആക്കർ കഹ. ഒരു റിക്ഷക്കാരൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ലേഖകൻ തന്നെയാണ്, സുകേഷ് സാഹിനി തന്നെയാണ്. അസ്ലം അബ് നഹി ആയേഗ, ക്യാ ഹുവാ ഉസ്കോ? റിക്ഷ മേ ബൈഠത്തെ ഹുയെ ഉസ്നെ ലാപർവാഹി സെ പൂച്ച. അപ്പം അദ്ദേഹം വന്നവഴി പറഞ്ഞു അസ്ലം വരികയല്ലെന്ന് പറഞ്ഞു.
അപ്പോൾ അത് വലിയ ശ്രദ്ധയില്ലാതെ അത് അദ്ദേഹത്തിന്റെ റിക്ഷയിൽ കയറി ഇരുന്നുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി അസ്ലമിന്, എന്തു പറ്റി എന്ന് ചോദിച്ചു. पिछले 4-5 दिनों में से असलम ही उसे दफ्तर पहुंचाता रहा था. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ദിവസങ്ങളില് ഈ അസ്ലമാണ് തന്നെ ഓഫീസിൽ, ദഫ്തർ എന്ന് വെച്ചാൽ ഓഫീസാണ്, ഓഫീസിൽ കൊണ്ടാക്കിയിരുന്നത്. ബാബുജി അസ്ലം നഹി രഹ. സാറേ, അസ്ലം ഇപ്പം ജീവിച്ചിരിപ്പില്ല. ക്യാ, എന്താ? ഉസേ ഷോക്ക് സാലക, അദ്ദേഹത്തിന് ഷോക്ക് അടിച്ചതുപോലെ എന്നാണ്. ഷോക്ക് സാലക. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ, നമ്മൾ ഇന്നലെയും കണ്ട ഒരാൾ നമ്മൾ ഇന്ന് കാണുമ്പം കേൾക്കുകയാണ് അയാൾ മരിച്ചുപോയി, നമുക്ക് ഒരു അത്ഭുതം തോന്നും. എന്തു പറ്റി? അങ്ങനെ ആ ഒരു ഞെട്ടല്. കൽത്തോ ഫല ചങ്കാത്ത. ചങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരുന്നു. ഇന്നലെ ആള് നല്ല ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നതാണല്ലോ, പിന്നെ എന്നാ പറ്റി? ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി थी. ഡോക്ടർ ने रिक्शा चलाने से मना कर रखा था. അദ്ദേഹത്തിന്റെ, അപ്പൊ റിക്ഷക്കാരൻ, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും തകരാറായിരുന്നു. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതുപോലെ ജോലിയൊന്നും ചെയ്യരുത്, റിക്ഷ ഓടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞ് വിലക്കിയിരുന്നാൽ. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി थी. അദ്ദേഹത്തിന്റെ ശബ്ദത്തില് വലിയൊരു ഉദാസീന ഭാവം ഉണ്ടായിരുന്നു. കൽ ആപ്കോ ദഫ്തർ പहुंचाकर लौटा तो पेशाब बंद हो गया. ഇന്നലെ താങ്കളെ കൊണ്ടുവിട്ടതിന് ശേഷം, ഓഫീസിൽ കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ വഴിക്ക് അദ്ദേഹത്തിന് മൂത്രതടസ്സം ഉണ്ടായി. അസ്പതാൽ ലേ ജാത്തെ സമയം ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ലേഖൻ അപ്പോഴാണ് മനസ്സിലാകുന്നത്, താൻ ഇന്നലെ യാത്ര ചെയ്ത ആ അസ്ലമിന്റെ റഷ്യയിലാണ് യാത്ര ചെയ്തത്. പക്ഷെ ആ അസ്ലം ഇന്നിതാ മരിച്ചിരിക്കുന്നു, ഇന്ന് മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പേജിൽ ഉള്ളത്. ഈ രണ്ടാമത്തെ പേജ് ഞാൻ വായിക്കാം, വായിച്ചതിന് ശേഷം അതിന്റെ വ്യാഖ്യാനം. आगे वह कुछ नहीं सुन सका. एक सन्नाटे ने उसे अपने आगोश में ले लिया. कल की घटना उसकी आंखों के आगे सजीव हो उठी. रिक्शा नटराज टाकीज पार कर बड़े टाखाने की ओर जा रहा था. रिक्शा चलाते हुए असलम धीरे धीरे करा रहा था. बीच बीच में एक हाथ से पेट पकड़ लेता था. सामने टाक बंगले तक छटाई ही छटाई थी. एक बार की उसकी इच्छा हुई थी कि रिक्शे से उतर जाए. अगले ही क्षण उसने खुद को समझाया था, रोज का मामला है, कब तक उतरता रहेगा. ये लोग नाटक भी खूब कर लेते हैं. इनके साथ हमदर्दी जताना बेवकूफी होगी. अनाप शनाप पैसे मांगते हैं, कुछ कहे तो सरेआम इज्जत उतारने पर आमादा हो जाते. असलम रिक्शे से उतर पड़ा था. दाहिना हाथ गद्दी पर जमा कर छठाई पर रिक्शा खींच रहा था. वह बुरी तरह हाफ रहा था. गंजे सिर पर पसीने की नन्ही नन्ही बूंदें दिखाई देने लगी थी. किसी कार के हॉर्न से चौंककर वह वर्तमान में आ गया. रिक्शा तेजी से नटराज से टाक बंगले वाली छटाई की ओर बढ़ रहा था. रुको, एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा. रिक्शे वाला बहुत मजबूत कदकाठी का था. उसके लिए यह छटाई कोई खास मायने नहीं रखती थी. उसने हैरानी से उसकी ओर देखा और वह किसी अपराधी की फांदी सिर झुकाए रिक्शे के साथ साथ चल रहा था. നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. ആകെ വഹ കുച്ച് നഹി സുൻ സക. അപ്പൊ ഇത് അസ്ലം മരിച്ചു എന്നറിഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം ആ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഈ യാത്ര ചെയ്യുന്നതൊക്കെ മറന്ന് അദ്ദേഹം ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഓർമ്മ അദ്ദേഹത്തിന്റെ തലേ ദിവസത്തിലേക്ക് പോവുകയാണ്. എക് സന്നാട്ടാനെ ഉസെ അപ്നെ ആഘോഷമേ ലേ ലിയ. ഒരു നിശബ്ദത അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഒരു നിശബ്ദതയുടെ മടിത്തട്ടിലേക്ക് അദ്ദേഹം പോയി. അല്ലെങ്കിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു. ഓർമ്മയിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നിശബ്ദരാകും ഓർമ്മിക്കുമ്പോൾ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുകയാണ്. കൽക്കി ഘടന ഉസ്കി ആംഖോ കെ ആകെ സജീവ് ഹോടി. അപ്പൊ ഇന്നലെ നടന്ന ആ സംഭവം
അദ്ദേഹത്തിന്റെ മുമ്പിൽ വളരെ സജീവമായി വന്നു. അദ്ദേഹം കൃത്യമായി ഓർത്തെടുക്കുകയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ ബഡേ ഠാക്കാനിക്ക് ഓർ ജാ രഹാ ഥ. അദ്ദേഹം റിക്ഷയിലിരിക്കുകയാണ്. റിക്ഷ അസ്ലം ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നടരാജ് ടാക്കീസ് പാർക്കർക്ക്, നടരാജ് തിയേറ്റർ, ടാക്കീസ് എന്ന് വെച്ചാൽ തിയേറ്റർ, നടരാജ് തിയേറ്റർ കഴിഞ്ഞ് ബഡേ ഠാക്കാനിക്ക് ഓർ, വലിയ പോസ്റ്റ് ഓഫീസ് അല്ലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അങ്ങോട്ട് റിക്ഷ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷ ചലാത്തെ ഹുയെ അസ്ലം ധീരെ ധീരെ കരാ രഹാ ഥ. അപ്പൊ റിക്ഷ ഓടിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അസ്ലം കരാഹ് അല്ലെങ്കിൽ ഞരങ്ങുന്നുണ്ട്, മൂളുന്നുണ്ട്. ആ വിഷമം കൊണ്ട് അല്ലെങ്കിൽ ആ വലിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ ഞരക്കലും മൂളലും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ബീച്ച് ബീച്ച് മേ ഏക് ഹാത്ത് സെ പേട്ട് പക്കഡ് ലേത്താ ഥ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒരു കൈ കൊണ്ട് തന്റെ വയറിൽ പിടിക്കുന്നുണ്ടായിരുന്നു. വയറ്റിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. സാമനെ ടാക് ബംഗ്ലേ തക് ചടായി ഹി ചടായി തീ. മുമ്പിലുള്ള ആ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടം വരെ കയറ്റത്തോട് കയറ്റം തന്നെയായിരുന്നു. നല്ല കയറ്റമാണ്. അപ്പോൾ കയറ്റം വരുമ്പോൾ സൈക്കിൾ ചവിട്ടാനാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ആഞ്ഞു ചവിട്ടണം. വളരെ ശക്തി കൊടുത്താലേ കയറിപ്പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് അസ്ലം ഈ റിക്ഷ ചവിട്ടുന്നത്, കയറ്റമായതുകൊണ്ട്. ഏക് ബാർഗി ഉസ്കി ഇച്ഛ ഹുയി തീ കി റിക്ഷേസെ ഉത്തർജ. ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ റിക്ഷയിൽ നിന്നൊന്ന് ഇറങ്ങി, ആ കയറ്റത്തിന്റെ സമയത്തൊന്ന് ഇറങ്ങി കൊടുത്ത് നടന്ന് ആ കയറ്റം കഴിഞ്ഞിട്ട് കയറിയാലോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു. एक बार की इच्छा हुई थी कि रिक्शे से उतर गए. अगले ही क्षण उसने खुद को समझाया था रोज का मामला है. ആദ്യം അങ്ങനെ തോന്നിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, ഇത് ഇവര് സ്ഥിരം ചെയ്യുന്ന ജോലിയല്ലേ. കപ് തക് ഉതാർത്ത രഹ. ഇറങ്ങാൻ നോക്കിയാൽ എത്ര പ്രാവശ്യം ഇറങ്ങേണ്ടി വരും, എല്ലാ കയറ്റം വരുമ്പോഴും ഇറങ്ങേണ്ടി വരും. ഈ ലോക് നാടകം ഭീ ഖൂബ് കർലേതെ. ഇങ്ങനെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഇവര് ചിലപ്പോൾ ഒരു പക്ഷേ കള്ളത്തരം നാടകം കളിക്കുന്നതാണോ, ഇവരിങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കളിക്കാൻ മിടുക്കരാണ്. ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവക്കൂഫി ഹോഗി. അപ്പൊ ഇവരോട് ദയയും കരുണയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരായി മാറും. ഇങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അനാബ് ശനാബ് പൈസ മാങ്ങത്തെ ഹെ. ഒരു കള്ളത്തരത്തിലല്ല, ആവശ്യത്തിൽ കൂടുതൽ, അർഹതയിൽ കൂടുതൽ പൈസ അവർ പലപ്പോഴും ആവശ്യപ്പെടും. കുച്ച് കഹേത്തോ സാറെ ആ ഇജ്ജത്ത് ഉദാഹരണ പർ അമാദ ഹോ ജാത്തെ. നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കിച്ചാൽ അല്ലെങ്കിൽ അത് കൂടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തർക്കിക്കാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ അതിന് അവർക്കൊരു മടിയുമില്ല. മറ്റുള്ളവരെ കേൾക്കുമെന്നോ കാണുമെന്നോ ഉള്ള യാതൊരു ചിന്തയും അവർക്കില്ല. പക്ഷെ നമുക്കത് മറ്റുള്ളവരെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നാണക്കേടാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് പോകും. ദാഹിന ഹാത്ത് गद्दी पर जमाकर चढ़ाई पर रिक्शा खींच रहा था. अबो असलम रिक्शे से उतर पड़ा था. दाहिना हाथ गद्दी पर जमाकर चढ़ाई पर रिक्शा खींच रहा. അപ്പോൾ ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഒരു തരത്തിലും ചവിട്ടാൻ പറ്റാതെ വന്നതുകൊണ്ട് അദ്ദേഹം സൈക്കിളിൽ നിന്ന് ഇറങ്ങി കൈകൊണ്ട് ഉന്തി ഈ റിക്ഷ കയറ്റം കയറുകയാണ്. ബുരീത്തര ഹാഫ് രഹാത്ത. അദ്ദേഹം വളരെ ശക്തിയായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. മടുത്ത് വിഷമിച്ചിങ്ങനെ കിതയ്ക്കുകയാണ്. ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിതയ്ക്കുകയാണ്. ഗഞ്ചെ സിർപ്പർ പസീനയ്ക്ക് നന്നി നന്നി ബൂന്തേ ദിഖായി ദേനെ ലഗിത്തി. അദ്ദേഹത്തിന്റെ കഷണ്ടി, ഗജ്ജ എന്ന് വെച്ചാൽ കഷണ്ടി തലയിൽ വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. കിസി കാർക്ക്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അദ്ദേഹം റിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോൾ തലേദിവസം നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുന്നതാണ്. അപ്പോൾ കിസി കാർ കി ഹോൺസ് ചൗക്കർ വർത്തമാൻ ആകെ. അപ്പം പെട്ടെന്ന് ഒരു കാറിന്റെ ഹോൺ അടിക്കുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം പെട്ടെന്ന് ആ ഓർമ്മയിൽ നിന്നും ഉണർന്നു. അപ്പോൾ റിക്ഷയിൽ ഓടിച്ചുകൊണ്ടിരിക്കും, വേറൊരു റിക്ഷക്കാരന്റെ റിക്ഷയിലാണ് ഇപ്പോൾ അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിക്ഷ തേസീസെ നടരാസെ ടാക് ബംഗ്ലേക്ക് ചടായിക്ക് ഓർ ബഡ് രഹാത്ത. അപ്പൊ ഇപ്പോ ഇന്നലെ അസ്ലം ആ വിഷമിച്ച ആ സ്ഥലം, ആ കയറ്റത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നു റിക്ഷ ഇപ്പോൾ. അപ്പോഴത്തേക്കും ലേഖൻ ഈ റിക്ഷക്കാരനോട് പറഞ്ഞു, റുക്കോ, നിൽക്കൂ എന്ന് പറഞ്ഞു. എക്കായേക്ക് ഉസ്നെ റിക്ഷവാലെ സെ കഹ. പെട്ടെന്ന് റിക്ഷക്കാരനോട് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. ഓർ ധീരെ ഹോത്തെ ഹി ഉത്തർപട. അപ്പൊ ഇങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പെട്ടെന്ന് ചാടിയിറങ്ങി, റിക്ഷയിൽ നിന്നും ചാടിയിറങ്ങി. റിക്ഷവാല ബഹുത് മസ്ബൂത്ത് കത്കാട്ടി കഥ. ഈ റിക്ഷ ഓടിക്കുന്ന ആള്, ചവിട്ടുന്ന ആള് നല്ല മസ്ബൂത്ത്, നല്ല കരുത്തനായിട്ടുള്ള ദൃഢഗാത്രനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായ വ്യക്തിയാണ്.
കത്കാഠി था. കത്കാഠി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾ. അപ്പൊ അദ്ദേഹം ഉസ്കെ ലിയെ യഹ് ചടായി കോയി ഖാസ് മായനെ നഹി രക്തി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കയറ്റം എന്നുള്ളത് വളരെ നിസ്സാരം. ഇത് ഈ കയറ്റത്തിൽ ചവിട്ടിക്കയറാനോ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടേ അല്ല. അസ്ലമിനെ പോലെയല്ല, ഇദ്ദേഹത്തിന് വളരെ ആരോഗ്യവാനാണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഉസ്നെ ഹൈരാനി സെ ഉസ്കി ഓർ ദേഖ. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞ് അദ്ദേഹം റഷ്യയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന കണ്ടപ്പം ഈ റഷ്യക്കാരൻ അത്ഭുതം തോന്നി. ഇത് എന്തിനാണ് ഇറങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നോക്കുന്നത്. അത്ഭുതത്തോടെ, ഹൈരാനി, അത്ഭുതത്തോടെ നോക്കിയാണ്. वो किसी अपराधी की पांതി सिर चुकाए रिक्शे के साथ साथ चल रहा. അപ്പൊ ലേഖന ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കാരണം എന്താ? തലേ ദിവസത്തെ ആ സംഭവം, താന്റെ ഒരു കരുണ കാണിക്കാത്തതിന്റെ ഒരു ഫലവും കൂടെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചിരിക്കാം എന്നുള്ള ഒരു ചിന്ത, ഒരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും, അനുതാപം ഉണ്ടായിരിക്കും. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം സിർ ചുക്കായെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരാധബോധം കൊണ്ട് തല കുനിച്ച് ഓർ റിക്ഷയ്ക്ക് സാത്ത് സാച്ചല്ല, റിക്ഷയോടൊപ്പം ഇങ്ങനെ ആ കയറ്റം നടന്ന് കയറുകയാണ്. അപ്പൊ ഇവിടെ ലേഖകന്റെ തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതിലുള്ള താൻ മൂലമാണ് അദ്ദേഹത്തിന് ആ മരണം ആനുള്ള ഒരു കാരണമായി തീർന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു പശ്ചാത്താപബോധമാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലഘു കഥയിലൂടെ ലേഖകൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട്, പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും നമ്മൾ അവരുടെ ശാരീരിക അവസ്ഥകളൊക്കെ മനസ്സിലാക്കി കരുണ അർഹിക്കുന്നവരോട് കരുണാപൂർവ്വം നമ്മൾ പെരുമാറണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ഈ സംഭവത്തിലുള്ള ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സാഹിത്യകൃതികൾ നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അനുഭവത്തിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സാഹിത്യകൃതികളിലൂടെ, കഥകളിലൂടെ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിലില്ലെങ്കിലും ലേഖകന്റെ അനുഭവം നമ്മളത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ അനുഭവമായി മാറും. അപ്പോൾ അങ്ങനെ നമുക്കും അത്തരം ഒരു മാനസികമായ വികാസം ഉണ്ടാകാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഈ പാഠത്തിന്റെ ഒരു വ്യാഖ്യ എന്ന രീതിയിൽ പറയാനായിട്ടുള്ളത്. ഇപ്പൊ ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ചോദ്യോത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയറി എഴുതാനുണ്ട്. അതുപോലെ തന്നെ അനിതാബ് ശീർഷയ്ക്ക് സാർത്ഥകതാ പർ വിചാർ കരെ, പിന്നെ ഒരു വാർത്താലാപ് വേണമെങ്കിൽ തയ്യാറാക്കാം. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പാഠവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.